Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning. Good morning, ma'am. Good morning. Morning, ma'am. Miss, are you fine? Yeah. Yes, Okay. ma'am. Okay. കുഴപ്പമില്ല. ഇല്ലേ മാം പാടില്ലേ? മാറി. ഓക്കെ ഏട്ടാ. എക്കോ ഉണ്ട് തോന്നുന്നല്ലേ? ഞാൻ മ്യൂട്ട് ആക്കി കേട്ടോ എല്ലാവരും. ക്ലിയർ ആയിട്ട് കേൾക്കണല്ലേ? ഓക്കെ ആണല്ലോ? നമ്മള് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അതില് നമ്മള് ഫസ്റ്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു, ദെൻ കാഷ്വാലിറ്റി, കാർഡിയോളജി ഫസ്റ്റ് എടുത്ത പോർഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അനസ്തേഷ്യോളജി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ICU, റിമറ്റോളജി, ENT ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ചാപ്റ്റേഴ്സ്. ഓക്കെ അല്ലേ? അതിലൊന്നും ഡൗട്ട് ഇല്ല എല്ലാവർക്കും? ക്ലിയർ ആണല്ലോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തില്ലേ? ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഏതാണ്? ആയിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ്. സോ റെക്കോർഡ് ക്ലാസ് എന്തായാലും കമ്പൽസറി ആയിട്ട് കാണണം കേട്ടോ. ജെറി പറഞ്ഞു നോക്കാട്ടോ. നെക്സ്റ്റ് ആണ് എൻഡോക്രിനോളജി. നമ്മുടെ ഹോർമോൺസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോർമോൺസും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കും അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡിയാണ് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. എന്നാൽ ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഡിസീസ്. Endocrinology is a medical specialty that focuses on hormones and diseases relating to them. എന്താണ്? ഹോർമോൺസ് ആയിട്ട് റിലേറ്റ് ചെയ്യണ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. ഹോർമോൺസ് റിലേറ്റഡ് പ്രോബ്ലംസുമാണ് ഇവിടെ എന്ത് ചെയ്യണത്? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. The control of the amount of എന്താ പറയാ ഷുഗർ, കാൽസ്യം in the body for റീപ്രൊഡക്ഷന്റെ കാര്യങ്ങളാവട്ടെ, ഗ്രോത്തിന്റെ കാര്യങ്ങൾ, ഓവറോൾ ഫോർ എനി ബോഡി ഫങ്ഷൻ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഹോർമോൺസ് ആവശ്യമുണ്ട്. പല ടൈപ്പ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ ഹോർമോൺസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഹോർമോൺസിന് പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യണ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എൻഡോക്രിനോളജി എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമുക്ക് സാധാരണ രീതിയിൽ എന്തൊക്കെ ഡിസീസ് ആണ് വരുന്നത്? ഈ ഹോർമോൺസ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് വരാം. ഒരു എക്സാമ്പിൾ ആണ് ഡയബറ്റിക് ഷുഗർ എന്ന് പറയും. 2 ടൈപ്പ് ഷുഗർ ഉണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ തൈറോയ്ഡ് റിലേറ്റഡ് അസുഖങ്ങൾക്ക് പറഞ്ഞു. എന്ന് പറയുന്നത് എന്താണ്? അവിടെ തോട്ട് റിലേറ്റഡ് ഡിസീസിൽ തൈറോയ്ഡ് പറഞ്ഞു. അതേപോലെ തന്നെ എൻഡോക്രിനോളജിയിലും എന്ത് വരുന്നത്? തൈറോയ്ഡ് റിലേറ്റഡ് ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ്. കാരണം തൈറോയ്ഡ് വരാനായിട്ട് നമ്മള് വരുന്ന ഒരു എന്താ പറയുക ഹോർമോൺ റിലേറ്റഡ് TSH എന്ന് പറയുന്ന ഹോർമോൺ എന്താ പറയുക കുറവുകൊണ്ടാണ് നമുക്ക് തൈറോയ്ഡ് എന്ന് പറയുന്ന ഡിസീസ് വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ PCOD. ഇപ്പം സ്ത്രീകളിൽ കൂടുതലായിട്ട് എന്താ PCOD റിലേറ്റഡ് കുറച്ച് എന്താ പറയാ അസുഖങ്ങൾ കാണുന്നുണ്ട്. അതും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക അസുഖമാണ്. ലോസ് ഓഫ് ബോൺ സ്ട്രെങ്ത്, നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത് കുറയാം. തീരെ ബോണ് ആ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ ബോൺ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയും, എന്താ പറയുന്നത്, എല്ല് തേയ്മാനം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ കാണാറുണ്ട്? എവിടെ കാണുന്നുണ്ട്? എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോർമോൺസിനെയാണ്. അപ്പൊ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നമുക്ക് ഇന്ന ഹോർമോൺസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ കുട്ടികളുടെ വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാമെന്ന് വിചാരിക്കുക, അതിനും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഗ്രോത്ത് പ്രോബ്ലംസ് ഒബ്സർവ് ഇൻ ചിൽഡ്രൻസ്, കുട്ടികളിലെ ഈ ടീനേജിലേക്കൊക്കെ വരുന്ന കുട്ടികളിൽ ആ ഗ്രോത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡോക്രോളജിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എൻഡോക്രോളജിയെ കുറിച്ച്. ഓക്കെ, നോക്കാം ട്ടോ. Endocrinology, a branch of medicine that specializes in diagnosis and treatment disorder of endocrine system. Endocrine systemത്തിന്റെ എന്താ പറയുന്നത് റിലേറ്റഡ് ആയിട്ട് സ്റ്റഡിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോക്രോളജി എന്ന് പറയുന്നത്. ദ ബോഡി എൻഡോക്രോൺ സിസ്റ്റം ഇൻക്ലൂഡ്സ്, ഏതൊക്കെ പാർട്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനസ്, ഹൈപ്പോതലാമസ്, അഡ്രിനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഓവറീസ് ആൻഡ് ടിസ്റ്റ്. ഇതൊക്കെ നമ്മൾ എന്താണ് ഈ എൻഡോക്രോൺ സിസ്റ്റം എന്ന് പറയുന്നത് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളാണ്. അപ്പൊ ഇവരായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻഡോക്രോളജി ഈസ് ദി മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ടു ദ ഗ്ലാൻഡ്. ഹോർമോൺസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എൻഡോക്രോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകൾ ഉണ്ടല്ലോ, ഓരോ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. TSH അല്ലെങ്കിൽ തൈറോക്സ് എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ ആ ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോക്രോളജിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, transplantation, and other specialty area to provide multidisciplinary approach to the person of medical problem include. അപ്പം ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എന്താ പറയാ കണ്ണുകളുടെ നേത്ര ചികിത്സ, ഇതും റേഡിയേഷൻ ഓങ്കോളജി, ഇവരൊക്കെ ആയിട്ട് ഒത്തൊരുമിച്ചിട്ടാണ് എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസ്, ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻസിനും പല പ്രശ്നങ്ങളും അസുഖങ്ങളുമാണ് എവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻഡോക്രോളജിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ മെഡിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഏതൊക്കെ ടൈപ്സ് മെഡിക്കൽ പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഡയബറ്റിക്സ് ആണ്. ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഡയബറ്റിക്സ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ സാധാരണ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന ഷുഗർ എന്ന് പറയാൻ ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റിക്കിന് വേറെ ട്രീറ്റ്മെന്റ് ആണ്. അതേപോലെ ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടുവന്നിരിക്കുന്ന എന്താ പറയാ ഡയബറ്റിക്സ് ആണ്. അപ്പൊ അതിന് വേറെ ടൈപ്പ് മെഡിസിൻസ് ആണ്, വേറെ ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ന്യൂട്രീഷൻസിന്റെ കാര്യങ്ങളിൽ ന്യൂട്രീഷൻസിന്റെ കുറവ് എന്തൊക്കെയാണ്, അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങൾ. കാൽസ്യം, ബോൺ ഡിസോർഡേഴ്സ്. അപ്പൊ നമുക്ക് ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭാരമുള്ള കാര്യങ്ങളൊന്നും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏജ് ആവണതിനനുസരിച്ച് നമുക്ക് ബലക്കുറവ് വരും, എല്ലുകൾക്ക് ബലക്കുറവ് വരും, നമുക്ക് ഭാരമുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കാറുണ്ട്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഡിസോർഡറിനുള്ള ട്രീറ്റ്മെന്റ് എൻഡോക്രോളജി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ തൈറോയിഡ് ഡിസോർഡർ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് തൈറോയിഡ് ഉണ്ട്, ഹൈപ്പർ തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡ്. അപ്പൊ ഈ 2 ടൈപ്പ് തൈറോയിഡിനുള്ള ട്രീറ്റ്മെന്റ്സും എൻഡോക്രോളജി പ്രൊവൈഡ് ചെയ്യും. കാരണം തൈറോയിഡ് എന്ന് പറയുന്നത് ഫുള്ളി ഒരു ഹോർമോൺ റിലേറ്റഡ് ഡിസീസ് ആണ്.
തൈറോയ്ഡ്സ് എന്ന് പറയുന്ന ഹോർമോണിന്റെ ഉത്പാദനം കൂടുമ്പോഴും കുറയുമ്പോഴുമാണ് നമുക്ക് ഈ ഹൈപ്പോ തൈറോയിഡും വരുന്നത്. ആ ഒരു റിലേറ്റഡ് ഡിസീസ് ആയതുകൊണ്ട് അതിന് ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻഡോക്രിനോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രാൻസ്ജെൻഡർ ഓർ ഇന്റർസെക്സ് മെഡിസിൻസ്, ട്രാൻസ്ജെൻഡേഴ്സ് അതേപോലത്തെ ഇന്റർസെക്സ് മെഡിസിൻസ് ഒക്കെ എൻഡോക്രിനോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വിചാരിക്കും ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോർമോണുള്ള ഇംബാലൻസ് കൊണ്ടാണ്. ശരിക്കും ഫുള്ളി അത് എന്താണ്, ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്കുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്, എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഫീമെയിൽ ആവണോ മെയിൽ ആവണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഹോർമോൺസ് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും. അതേപോലെ അവരുടെ എന്താ പറയാ ട്രാൻസ്പ്ലാന്റേഷൻ അതേപോലെ ആ ഓപ്പറേഷൻസ് ഒക്കെ നടത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, നമ്മുടെ എൻഡോക്രിനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. നോക്കാട്ടോ. Endocrinology. Endocrinology is the study of medicine that related to endocrine system. ഏതൊക്കെയെന്ന് പറഞ്ഞു, പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പിന്നെ ഹൈപ്പോതലാമസ്, അഡ്രിനൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതിന്റെ ഓവറീസ്, ഇതൊക്കെയാണ് നമ്മുടെ എൻഡോക്രിനോളജി. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ്, ഇവർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഹോർമോൺസും ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും മെഡിക്കൽ എന്താ പറയാ എല്ലാ കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് സർജറി, ഞാൻ പറഞ്ഞില്ലേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എന്താണ് സർജറി ഒക്കെ ചെയ്തിട്ട് വേറൊരു ഇതിലേക്ക് മാറാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എൻഡോക്രിനോളജിനെ കുറിച്ച് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എന്നിട്ട് ഏതെങ്കിലും വേർഡ്സ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഓക്കെ, വായിച്ച പിറ്റ്യൂട്ടറി, അത് നമ്മുടെ ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻഡോക്രിനോളജി ഗ്ലാൻഡ്, ഏതൊക്കെ ഗ്ലാൻഡ് ആണ് ഇതായിട്ട് റിലേറ്റ് ചെയ്യണ അല്ലെങ്കിൽ ഏതൊക്കെ ഹോർമോൺസ് ആണ് അതിന്റെ ഇമേജ് ഞാൻ കാണിച്ചു തരാം. നോക്കി, ഇവിടെ വരുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതാണ് ഏത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. മെയിലാണ് കാണിച്ചിരിക്കുന്നത്, വേറെ ഉണ്ടാവും നോക്കട്ടെ. ഓക്കെ, നോട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആക്കി പറഞ്ഞോ. പറയാം കേട്ടോ. ഇത്രയും ഗ്ലാൻഡുകൾ നോക്കിയാൽ മതി കേട്ടോ. ഓരോ ഗ്ലാൻഡുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. നോട്ട് എഴുതാൻ പറ്റിയ പോയിന്റ്സ് ഞാൻ കുറച്ച് കൂടുതൽ നോട്ട്സ് എഴുതാം. Calcium is an important nutrient for bone health and preventing osteoporosis, a common bone disorder that causes bones to lose density and mass over time. Calcium and osteoporosis. Importance. ഓക്കെ, സോറി കേട്ടോ, അത് നമ്മുടെ ഇത് വച്ചുകൊണ്ട് വന്നതാണ്.
ഇമേജ് കാണിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇമേജിന്റെ പ്രശ്നമാണ്. ഇൻഡസ്ട്രീൻ ഒരു മിനിറ്റ് മ്യൂട്ട് ഓൺ ആക്കാം കേട്ടോ. മെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യണ ഇതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വോയിസ് ഓൺ ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. മാഡം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കണ്ടോ? മാഡം ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ മറ്റേ ഈ ഇൻഡസ്റ്റൈൻസിനൊക്കെ ചേർന്നതല്ലേ? നമുക്കിത് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് മാത്രമേ ഉള്ളൂ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ വന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നതാണ് ഡീൽ ചെയ്യുന്നത്. ഇന്ന ഓർഗൻസിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രം പഠിക്കാനുള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് എടുക്കാത്തേട്ടാ. വേറെ എന്തില്ല? പിന്നെ പറഞ്ഞോ. ഓക്കെ, മിനിറ്റ് മെസ്സേജ് വന്നിട്ട് ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് നമ്മുടെ ടോപ്പിക്കിലായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എല്ലായിട്ട് റിലേറ്റ് ചെയ്യണ അല്ലെങ്കിൽ അസ്ഥിയായിട്ട് റിലേറ്റ് ചെയ്യേണ്ട അസുഖമാണ്. എന്താ പറയാ, ഒരു കാൽസ്യം നമ്മുടെ ബോഡിയിൽ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. കാൽസ്യം നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ എന്താണ്, എല്ലുകൾക്ക് തേയ്മാനം വരാറുണ്ട്. അപ്പൊ എല്ലിന് ബലക്ഷയം അല്ലെങ്കിൽ ബലക്കുറവ് എന്ന ഒരു പ്രത്യേകതരം അസുഖമാണ്. നമ്മ ഏജ് ആവുന്നതിനനുസരിച്ചാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആൾക്കാർ കേട്ടോ. അതെവിടെയാണ് അഞ്ജു കൃഷ്ണനോട്? ഫോർത്ത് പോയിന്റോ? They were closely specialist for endocrinologist, medical supremacy that deals with the study of hormones and hormone related. എനിക്കത് കാണുന്നില്ല. സർജറി ഒബ്സ്ട്രിക് ആയിട്ട് റിലേറ്റ് ചെയ്യണ സർജറീസ് ഇവർ ഡീൽ ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. ഒബ്സ്ട്രിക്സ് നമുക്കത് പഠിക്കാനുണ്ട് കേട്ടോ. ഒബ്സ്ട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടൈമിൽ ഞാൻ കൂടുതലായിട്ട് എടുത്തരാം. ജസ്റ്റ് ഇപ്പൊ സർജറി പഠിക്കണമെന്ന് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ആ ഒബ്സ്ട്രിക്സ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പേര് മാത്രം പറഞ്ഞോളൂ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണിച്ചതല്ല ഇമേജ് അഞ്ചു. ഹോർമോൺ റിലേറ്റഡ് സാധാരണ എൻഡോക്രോളജി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാം. എൻഡോക്രോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ഹോർമോൺസ് ഹോർമോൺ റിലേറ്റഡ് ഡിസീസും ഡീൽ ചെയ്യണ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇവര് ഡീൽ ചെയ്യണ പ്രോബ്ലംസ് ആണ് ഡയബറ്റിക്സ്, അതേപോലെ തന്നെ തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ ഫോർത്ത് പോയിന്റ്. അത് ഗ്ലാൻഡിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് കേട്ടാ. സ്പെല്ലിംഗ് അഞ്ജു കൃഷ്ണ മോൻ ചോദിച്ച ക്വസ്റ്റ്യൻ എവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അത് ഗ്ലാൻഡ് എന്നാണ് കേട്ടാ. ഓക്കെ, എനിക്ക് ഞാൻ എന്റെ ബുക്കിൽ കറക്റ്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. ഇതില് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന PDF മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ അല്ലെ? ടൈപ്പിംഗ് മിസ്റ്റേക്ക് കണ്ടത്. ഓക്കെ, ഒന്ന് തിരുത്തിയേക്ക്. എൻഡോക്രോളജി ഓക്കെ ആണോ എല്ലാവർക്കും? ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ പറയണ അസുഖങ്ങളെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രോളജി. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് പോകുന്നത്, ജെറിയാട്രിക്സ്. ഈ വാർദ്ധക്യ കാലങ്ങളിൽ നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച്
നമ്മൾ എന്താ പറയാ നമ്മളെ ആൾക്കാരിലേക്ക് എന്താ പറയാ വാർദ്ധക്യ കാലങ്ങളിൽ വരുന്ന അസുഖങ്ങളുണ്ട്. പ്രഷർ, BP, ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വൈദ്യശാഖനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തുന്ന എന്താ പറയാ വൈദ്യശാസ്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എൽഡർലി ജെറിയാട്രിക്സ് സ്റ്റാർട്ട് ഫ്രം ദ ഏജ് ഓഫ്, ഇപ്പൊ കോമൺ ആയിട്ട് 65 ഏജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, വാർദ്ധക്യം അല്ലെങ്കിൽ വാർദ്ധക്യ കാലയളവ് എന്നൊക്കെ പറയണേ 65 മുതലുള്ള ഏജിനെ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. The department is usually equipped with the doctors specialized in geriatric medicine, since the elderly suffer from wide range of illness and seek treatment for. അപ്പൊ നമ്മൾ പ്രായമാവണതിനനുസരിച്ച് നമ്മളിപ്പോ ആ പ്രായമായ ആരെങ്കിലോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടാകും ചോദിക്കുമ്പോൾ എന്താ പറയും, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, BP ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും. അപ്പൊ ഇതെല്ലാവരും ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഈ എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു ധാരണ വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക വാർദ്ധക്യകാലം റിലേറ്റ് ചെയ്യണം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യണേന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞാൽ സ്ട്രോക്ക് ആണ്, പക്ഷാഘാതം. വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് വെച്ചാൽ ഉദര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവില്ലേ, വയറായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, നമ്മുടെ ഉദരസംബന്ധമായ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ, അതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഗ്യാസ്ട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാറുണ്ട്. ഇനി ഡയബറ്റിക്സ്, ഇപ്പൊ നമ്മൾ പ്രായമായവരിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഡയബറ്റിക്സ് കാണാറുണ്ട്. ഡയബറ്റിക്കിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ്, നമ്മൾ ആവശ്യമുള്ള ട്രീറ്റ്മെന്റും എല്ലാ ജെറിയാട്രിക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്രായമായവർക്ക് കേട്ടോ, പ്രായമായവർക്കുള്ള ഡയബറ്റിക്സിനുള്ള ട്രീറ്റ്മെന്റ്. ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് ചലനശേഷി നഷ്ടപ്പെടും, വൈകല്യങ്ങൾ സംഭവിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഭാഗം തളർന്നു പോകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോക്കോമോട്ടീവ് ഡിസോർഡേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്കുള്ള ട്രീറ്റ്മെന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, ജെറിയാട്രിക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സിൻകോപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയം സംഭവിക്കും. പ്രായമാകുമ്പോൾ ഏജിലാവുമ്പോൾ മറന്നു വരും, അത് സാധാരണയാണ്. അത് കൂടാണ്ട് അവർക്ക് എന്താണ് ഇടയ്ക്ക് ബോധക്ഷയം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബോൺ ഡിസീസ് ഞാൻ പറഞ്ഞു, ആയവർക്കുള്ള ബോൺ ഡിസീസ് ആണ് ജെറിയാട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രായമാകുമ്പോൾ അവർക്ക് എന്താണ് കാൽസ്യത്തിന്റെ അളവ്, ബോഡിയിലെ കാൽസ്യത്തിന്റെ അളവ് കുറയും. നമുക്ക് ബോൺസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് മസ്റ്റ് ആണ്. സോ ബോൺസിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതനുസരിച്ച് ബോൺ ഡിസീസുകൾ പ്രായമായവർക്ക്, നമുക്കൊരു സാധാരണ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൈ കൊടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു മാസമൊക്കെ എന്തെടുത്താൽ മതി, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എന്തെങ്കിലും ജോയിൻ ആയിട്ടൊക്കെ പോകും. പക്ഷെ ഏജിലാവുമ്പോൾ അതനുസരിച്ച് ജോയിൻ ആവില്ല, ബോൺ ഡിസീസ് കൂടും. ശരിക്കും ഏജിലായവർക്ക് കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളെടുക്കും ആ വേദനയൊക്കെ എന്ത് ചെയ്യാനായിട്ട്, മാറാനൊക്കെ ഒരുപാട് നാളെടുക്കും. അതിന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ്സ്, മെഡിസിൻസ് ഒക്കെ ജെറിയാട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ പ്രൊവൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് കമ്മ്യൂണിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആരും പ്രൊവൈഡ് ചെയ്ത് ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കമ്മ്യൂണിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം ഒറ്റപ്പെട്ടിട്ടായിരിക്കും. നമ്മളിപ്പോ അറിയാം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ് കേരളം കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ. നിങ്ങളൊക്കെ പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നാൾ എവിടെ നിൽക്കും, കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ആവണം വരെ ജോലി നോക്കി നിൽക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, വിടും, കേരളം വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് സെറ്റിൽ ആവും. ഇല്ലേ? എല്ലാവരും അതാണ് ഉദ്ദേശിച്ചതെന്ന് അറിയാം. എന്താണ് ബാക്കി ഇവിടെ വരുന്നത്, കേരളത്തിൽ വരുന്നത് പ്രായമായ ആൾക്കാർ മാത്രമായിരിക്കും വരുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെ നോക്കി, ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ്, വീട്ടിലേക്ക് തെറാപ്പി യൂണിറ്റ്സ്. നമ്മളിപ്പോ നമ്മുടെ
പരിചയത്തിൽ ആർക്കെങ്കിലും ഇപ്പൊ ക്യാൻസർ അങ്ങനെ മാരകമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പാലിറ്റേറ്റീവ് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കാരുണ്യ അങ്ങനെ എന്തെങ്കിലും കെയർ ചെയ്യുന്നൊക്കെ ആൾക്കാർ വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അവർ BP ഷുഗർ ഒക്കെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള മെഡിസിൻസ് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ കെയർ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്താണ് ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ പാലിറ്റേറ്റീവ് കെയർ യൂണിറ്റ് സാന്ത്വന പരിചരണം എന്ന് പറഞ്ഞ പാലിറ്റേറ്റീവ് കെയർ യൂണിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഭയങ്കര മാരകമായിട്ട് അസുഖങ്ങളുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാൻസർ അങ്ങനെ റിലേറ്റഡ് അസുഖങ്ങളുള്ള പേഷ്യൻസിന് വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യും പാലിറ്റേറ്റീവ് കെയർ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫ്റ്റൻ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. ബാക്കിയുള്ള കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇപ്പൊ ഇങ്ങനെ വയസ്സായവർക്ക് എന്തെങ്കിലും എന്താ പറയാ തളർച്ച സംഭവിച്ചവർക്കോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പാരലൈസ് ആയിട്ട് കിടപ്പ് രോഗികൾ എന്ന് പറയും മലയാളത്തിൽ, അവർക്കൊക്കെ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഇപ്പൊ കട്ടിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ ആയിട്ട് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഒക്കെ ആയിട്ട് ഒരു റിലേഷൻ വെച്ചിട്ട് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ജെറിയാട്രിക്സിന്റെ കാര്യമാണ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇവർ പ്രൊവൈഡ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഈ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻ ചെയ്യുന്നത്, പുറത്തേക്കും കൂടി ഉണ്ട് ഇവരുടെ സർവീസ്. അതിൽ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ് പാലിറ്റേറ്റീവ് കെയർ യൂണിറ്റ്സ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി ജെറിയാട്രിക്സ് എല്ലാവരും, വേഗം വായിച്ചു നോക്കി. പ്രായമായവര് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചില സമയങ്ങളിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഒക്കെ പമ്പ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് എപ്പോഴും ബ്ലഡ് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യില്ല. അപ്പൊ നമുക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ബോധക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പർ ആയിട്ട് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് പമ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സംഭവിക്കും, ബോധക്ഷയം സംഭവിക്കും. അത് ആ ബോധക്ഷയത്തിനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ് കേട്ടോ. നമ്മളൊക്കെ പനിയൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാറുണ്ട്, ഫിസിഷ്യനെ കാണാൻ പോകുന്നു പറയും. ഈ ഫിസിഷ്യൻ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ മെഡിസിൻ ആണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. നോക്കാട്ടോ. അപ്പൊ ജനറൽ മെഡിസിൻ ഈസ് എ broad medical field that covers the diagnosis and treatment and prevention of the disease in all age group. അപ്പൊ നമ്മുടെ കുട്ടികളുടെ എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും എന്ത് കൊടുക്കാറുണ്ട്, ഫിസിഷ്യൻ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇപ്പൊ പ്രായമായവരെന്നോ അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡോ അങ്ങനെ ഒന്നും നോക്കാണ്ടാണ് ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആൾക്കാരെയാണ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് ജനറൽ മെഡിസിൻ പറയുന്നത്. ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ് സാധാരണ രീതിയിൽ നമ്മൾ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ പറയുന്ന പേരാണ് എന്ത്, ഫിസിഷ്യൻ എന്ന് പറയും. ഫിസിഷ്യൻ ആണ്
പിന്നെ ചില ഡോക്ടർമാര് ഇത് തൈറോയിഡ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് അസുഖങ്ങളാണെങ്കിൽ നമ്മൾ ഫിസിഷ്യനെ കാണിക്കണം. ഇപ്പൊ ഗൈനക്കോളജിയിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഫിസിഷ്യനെ കാണിച്ചിട്ട് വരാനൊക്കെ പറയാണെങ്കിൽ ഫിസിഷ്യനെ റെഫർ ചെയ്തിട്ട് വേണം മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറയാറുണ്ട്. എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് ആയതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് സമയത്ത് ഗൈനക്കികൾ കാണിച്ചു. ഗൈനക്ക് പറയും ഗൈനക്കോളജിയിൽ ഡോക്ടറെ കാണിക്കുമ്പോൾ പറയും തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾ ആരെ കാണിക്കുക ഫിസിഷ്യനെ കാണിച്ചിട്ട് എത്രയാണ് ഡോസ് തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കേണ്ട ഡോസ് എത്രയാണെന്ന് അവരോട് നോക്കിയിട്ട് കൺഫ്യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് റെഫർ ചെയ്യും നമ്മളെ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഫിസിഷ്യൻ എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ട്രീറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് ഡിസോർഡർ. ഒരുപാട് ഹെൽത്ത് ഡിസോർഡറിനുള്ള ട്രീറ്റ്മെന്റ് ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ്മയ്ക്കുള്ള ഡിസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രാറ്റിക്സ്, സന്ധിവാദം, വാദങ്ങളൊക്കെ ഉണ്ടല്ല, ഒരുപാട് ടൈപ്സ് വാദങ്ങളുണ്ട്. അപ്പൊ വാദങ്ങൾക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ്, ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജനറൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കാം, നമ്മുടെ പോർഷനിലേക്ക് വരാം. Internal or general medicine is a medical specialty that deals with the prevention, diagnosis and treatment of adult diseases. അപ്പൊ മുതിർന്നവർ കാണുന്ന അഡൽട്ട് ആയിട്ടുള്ളവർ കാണുന്ന ഈ ഡിസീസുകൾക്കുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ജനറൽ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എ ജനറൽ പ്രാക്ടീഷണർ നമ്മൾ ഇത് പറയാൻ GP is a physician who is not specialized in one particular area of medicine. ഏരിയയിലായിരിക്കും അദ്ദേഹത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ഒരുപാട് ഏരിയയെ കുറിച്ച് നല്ല ധാരണ ഉള്ള ആൾക്കാരായിരിക്കും ആരായിട്ട് എന്ത് ചെയ്യണത്? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിഷ്യനായിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എല്ലാ അസുഖങ്ങളെ കുറിച്ചും നല്ല ധാരണ ഉണ്ടാവും. അതിന് എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സും ആര് പ്രൊവൈഡ് ചെയ്യും? ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യും. റുട്ടീൻ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യില്ലേ, അതെ, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, നമ്മൾ വാക്സിൻസ് ഒക്കെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ഡീൽ ചെയ്യാറുണ്ട്. ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ്. നമ്മുടെ ഞാൻ പറഞ്ഞു ആസ്മ, അതേപോലെ തന്നെ സന്ധിവാദം, ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഡയബറ്റിക്സ്, ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ്സ്, ഡിഫറെന്റ് ഇൽനെസ്സിനുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൽനെസ്സിനുള്ളതും ഇഞ്ചുറീസിനുള്ള ട്രീറ്റ്മെന്റ്സും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ മെഡിസിൻ ഡീൽ ചെയ്യുന്നത്. ഇത് സാധാരണ രീതിയിൽ MBBS വിത്ത് MD ഉള്ള ആൾക്കാരായിരിക്കും. MBBS MD ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറൽ മെഡിസിൻ കോമൺ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇഞ്ചുറീസ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. MBBS വിത്ത് MD, ജനറൽ മെഡിസിൻ ഈസ് യൂഷ്വലി എ ജനറൽ ഫിസിഷ്യൻ. ഇവരായിരിക്കും ജനറൽ ഫിസിഷ്യൻ ആയിട്ട് എന്ത് ചെയ്യണത്? സോറി, ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ സൗണ്ട് പ്രശ്നം മനസ്സിലാവുന്നില്ല കേട്ടോ, തോന്നരുത്. എന്താ നമ്മൾ പറഞ്ഞത്? ജനറൽ മെഡിസിനെ കുറിച്ചാണ് പറഞ്ഞത്. സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള അഡൽട്ട് ആയിട്ടുള്ള എല്ലാവരുടെയും എന്താ പറയാ ട്രീറ്റ്മെന്റ്സ്, ഡിസീസസ് ട്രീറ്റ്മെന്റ്സ്, പ്രിവെൻഷൻ, ഡയഗ്നോസിസ് ആണ് എവിടെ നടക്കുന്നത്? ജനറൽ മെഡിസിൻസ് നടക്കുന്നത്. ജനറൽ മെഡിസിൻസ് വേറെ പേരാണ് ഇത് പറയുന്നത്. ഇന്റേണൽ മെഡിസിൻ എന്ന് പറയും. ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ എന്ന് പറയും. ഇത് ചെയ്യുന്ന പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസ്. കുറച്ചുകൂടി അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ സാധാരണ ഫിസിഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒറ്റൊരു ഏരിയയിൽ മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഏരിയയിലും അദ്ദേഹത്തിന് എന്തുണ്ടാവും? സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ നമ്മുടെ ഹെൽത്ത് കെയർ റുട്ടീൻ തുടങ്ങി ആസ്മ, നമ്മള് എന്താ പറയാ ഡയബറ്റിക്സ്, സന്ധിവാദം പോലത്തെ വാദരോഗങ്ങള്, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതേപോലെ ഹൈ കൊളസ്ട്രോള്, ഹാർട്ട് പ്രോബ്ലംസ്, ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി MBBS വിത്ത് MD ഉള്ള ആൾക്കാരായിരിക്കും എന്ത് ജനറൽ മെഡിസിൻ ജനറൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യാറ്. നമ്മള് ഇനിയിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ജനറൽ മെഡിസിൻ എഴുതി വെച്ചിങ്ങനെ കാണുമ്പോ ഇന്ന് എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ എന്നറിയാം. സോ നമ്മൾ എന്ത് ചെയ്യാം?
പനിയായിട്ട് പോവാണോ അല്ലെങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് പോവാണോ, ഹെൽത്ത് ആയിട്ട് ലീഡ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് പോയാൽ ഡോക്ടർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആരുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കാം? ജനറൽ മെഡിസിനിൽ ഡോക്ടറോടാ ചോദിക്കുക. എന്തെങ്കിലും നേരെ അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഇത് മനസ്സിലായാലും ആ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് രോഗങ്ങളും, ഏകദേശം എല്ലാ ടൈപ്പ് രോഗങ്ങൾക്കും ഉള്ള ട്രീറ്റ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജനറൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വായിച്ചു വേഗം വായിച്ചു നോക്കാം. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം കേട്ടോ. Calcium is essential for bone health and can help prevent prostatitis. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജനറൽ മെഡിസിനെ കുറിച്ച്? അസുഖങ്ങളുടെ പേരൊന്ന് എഴുതി വെച്ചേക്കട്ടോ. നോട്ട്സിൽ എവിടെയെങ്കിലും അസുഖങ്ങളെ കുറിച്ച് പേരുകളൊന്നും എഴുതി വെച്ചേക്ക്. വായിച്ചു നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറഞ്ഞല്ലോ. എന്താ ജയരാജ് അമ്പിളിയാണോ? ഒന്നുകൂടി പറഞ്ഞല്ലോ അല്ലെ? നമ്മൾ ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ജനറൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ജനറൽ മെഡിസിൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ട്രീറ്റ്മെന്റ് ആണ്? ഡയഗ്നോസിസ്, ഈ രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതേപോലെ അതിനുള്ള ട്രീറ്റ്മെന്റ്സ്, അതിനുള്ള പ്രിവെൻഷൻസ്, എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ജനറൽ മെഡിസിൻസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ജനറൽ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും? GP അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്നാണ് പറയാറ്. ഫിസിഷ്യൻ എന്നാണ് സാധാരണ രീതിയിൽ പറയുന്നത്. അദ്ദേഹത്തിന് ഒരൊറ്റ മേഖലയിലായിരിക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. ഏകദേശം എല്ലാ മേഖലയിലും ഞാനിപ്പോ പറഞ്ഞ എല്ലാ അസുഖങ്ങളും റിലേറ്റഡ് ചെയ്യുന്ന കാര്യങ്ങളിലും നല്ല അറിവുണ്ടാവും ആർക്ക്? നമ്മുടെ ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ. അതേപോലെ തന്നെ രണ്ടുപേരും ഇത് പറഞ്ഞു. സാധാരണ നമ്മുടെ റൂട്ടീൻ ഹെൽത്ത് കെയർ മുതൽ ഡയബറ്റീസ്, ആസ്മ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ്, സന്ധിവാദം, അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സിലും എവിടെ അവൈലബിൾ ആണ്? ജനറൽ മെഡിസിനിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏതൊരു ഡിഫറെന്റ് കണ്ടീഷൻ എന്ത് ഇൽനെസ് ആണെങ്കിലും എന്ത് ഇഞ്ചുറി ആണെങ്കിലും ആരാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിസിഷ്യൻസ് ആയിരിക്കും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ചെറുതായതുകൊണ്ട് വേഗം പറഞ്ഞു പോകാന്ന് വിചാരിച്ചിടും. കുഴപ്പമുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ ഗ്യാസ്ട്രോ എൻട്രോളജിനെ കുറിച്ച് പറഞ്ഞു. ഉദര രോഗ വിഭാഗം. അതിൽ നമുക്ക് വയറായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ദഹനായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങൾ, അതിന്റെ തകരാറുകൾ ഡീൽ ചെയ്യണം ഒരു വൈദ്യശാസ്ത്രമാണ് ഏത് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. നോക്കാട്ടോ. ഗ്യാസ്ട്രോ എൻട്രോളജി is the study of normal functions and disease of the esophagus, stomach, small intestine, colon, pancreas, gallbladder, pancreas, liver. ഞാൻ എന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നതിൽ ലിവർ. അപ്പൊ ഒരുപാട് ഓർഗൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്? ഈസോഫാഗസ്
മുതൽ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ബ്ലണ്ടർ, കോൾസ്, റെക്ടം. ഇവിടെ വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഡൈജഷന്റെ ആ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. നോക്കട്ടെ ഡൈജഷന്റെ. ഓക്കെ, ഇതിലൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ട് ഒരു പാർട്ട് പറഞ്ഞിട്ടുണ്ടോ? വേറെ അതില്ല. നമ്മളിപ്പോ ഏതാ പറഞ്ഞത്, ഈ പറഞ്ഞിരിക്കുന്ന ഡൈജഷന്റെ ആ ഒരു പ്രോസസ് നടക്കുന്ന ആ ഒരു പാർട്ട് മൊത്തമുള്ള ട്രീറ്റ്മെന്റ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്തത്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കാണുന്നില്ല, ഇതാണ് അത്യാവശ്യം നമ്മൾ ക്ലിയർ ആയിട്ടുള്ളത്. ഞാൻ ഈ ഇമേജ് വെക്കേണ്ട നോക്കിക്കോ. ഇസോഫാഗസ്, സ്റ്റൊമക്ക്, പിന്നെന്താ പറഞ്ഞത്, നമ്മള് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ പറഞ്ഞു, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്ടം പറഞ്ഞു, പാൻക്രിയാസ് പറഞ്ഞു. ഏകദേശം എല്ലാ പാർട്സും തോന്നുന്നുണ്ട്, അത് നോക്കുക. ഇത്രയും പാർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്യണം ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യണം ട്രീറ്റ്മെന്റ്. കാരണം നമ്മൾ മെയിൻ ആയിട്ട് നമ്മള് പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ എല്ലാ പാർട്സിന്റെയും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡൈജഷൻ പ്രോസസ് എന്ത് ചെയ്യുള്ളൂ, കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ചെറിയ വയറുവേദനയാണെങ്കിൽ പോലും നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പോവാറ്? ഗ്യാസ്ട്രോ എൻട്രോളജിയിലാണ് പോവാറ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് ഗ്യാസ്ട്രോ എൻട്രോളജി. ഗ്യാസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സോ ഗ്യാസ്ട്രോ എൻട്രോളജി ആയിട്ട് റിലേറ്റ് ചെയ്യണം അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റെസ്റ്റൈൻസ് എന്ന് പറയും. മെയിൻ ആയിട്ട് ഇതാണ് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻറ്റെസ്റ്റൈൻസിന്റെ എൻട്രോൾ ട്രീറ്റ്മെന്റ്സ് ആണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് അഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസ്, റിലേറ്റഡ് മെഡിസിൻസിനുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താ പറയുക ബോഡി പാർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഏതൊരു പാർട്ടിനുള്ള ട്രീറ്റ്മെന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താ പറയാ, നമ്മള് ഭയങ്കര വയറുവേദന ഒക്കെ ആണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് സ്ഥിരം വയറുവേദനയാണ്, അപ്പൊ സ്റ്റൊമക്കിന്റെ റിലേറ്റഡ് പ്രശ്നമാണെങ്കിൽ അവർ എൻഡോസ്കോപ്പി ചെയ്യാനൊക്കെ പറയാറുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യാന്നൊക്കെ അറിയില്ലേ, സാധാരണ ഒരു എന്താ പറയാ ഒരു എക്യുപ്മെന്റ് ആണ്. അതിൽ എത്തുമ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ ക്യാമറ വഴി നമ്മുടെ വയലേക്ക് അത് ഇത് ഇറക്കി സ്റ്റൊമക്കിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വല്ല എന്താ പറയാ സാമ്പിൾസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അത് വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നമുക്ക് സ്ക്രീനിൽ മോണിറ്റർ വഴിയൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാനൊക്കെ പറ്റും. ഇതെല്ലാവരും റിലേറ്റ് ചെയ്യേണ്ട ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യണത്. നമ്മൾ എന്താ പറയുക, എൻഡോസ്കോപ്പി നടത്തുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഗ്യാസ്ട്രോ എൻട്രോളജി ആണ്. നോക്കാട്ടോ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് അഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. അഡോമിനൽ മെഡിസിൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉദരരോഗ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. The diagnosis and treatments of conditions that affect esophagus, stomach, small intestine, large intestine, liver, pancreas, gallbladder, കോൾസ്, റെക്ടം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബോഡി പാർട്ടിലുള്ള ട്രീറ്റ്മെന്റ്സും ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്യാസ്ട്രോ എൻട്രോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻവോൾവ് എൻഡോസ്കോപ്പി. ഇതിൽ എൻഡോസ്കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ special nurses are often posted in this department. They are capable of performing wide range of investigation. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ സ്പെഷ്യൽ വേണ്ടിയിട്ട്
എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. സാധാരണ ജനറൽ നഴ്സിംഗ് അങ്ങനെയല്ലായിരുന്നു. ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. വൈഡ് റേഞ്ച് ഓഫ് ഇത് ഇൻവെസ്റ്റിഗേഷൻ പോലെയാണ്. നമ്മൾ എന്താ പറയാ, എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ഒരു അസുഖം കണ്ടുപിടിക്കും. ഇപ്പൊ ആൾക്കാർ വരും വേദനയാണെന്ന് പറഞ്ഞു എന്ത് അസുഖം എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതെന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്, എൻഡോസ്കോപ്പി നടത്തുന്നത്. ഞാൻ എൻഡോസ്കോപ്പിയുടെ ഒരു ഇമേജ് കാണിച്ചു കേട്ടോ. കേട്ടോ, എൻഡോസ്കോപ്പി എന്ന് പറയുന്നതാണ്. ആ ഒരു ഇമേജ് എൻഡോസ്കോപ്പിലേക്ക് കണക്ട് വിട്ടിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഡയഗ്രാംസിൽ കളക്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് അവരത് മോണിറ്ററിൽ കാണാനായിട്ട് പറ്റും. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമേജസ് ഡോക്ടർക്ക് നേരിട്ട് അത് ചെയ്യാൻ വേണ്ടി പരിശോധിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ട് എന്താണ് അവിടെ പ്രശ്നം എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രഷറൊക്കെ കൊടുക്കാൻ പറ്റും. ജെറിന് തോന്നുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റഡ് എന്തെങ്കിലും അറിയോ ജെറിന്? നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവിടെ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ ചെറിയ പ്രഷർ കൊടുക്കാനും അതേപോലെ തന്നെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വാഷൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ എൻഡോസ്കോപ്പി വേറൊരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറ്റുമെന്ന് ഞാൻ പറ്റും. ആർക്കെങ്കിലും എൻഡോസ്കോപ്പി ചെയ്തോ അല്ലെങ്കിൽ കേട്ട എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? മിക്ക ക്ലാസ്സിൽ എടുക്കുമ്പോഴും എൻഡോസ്കോപ്പി ചെയ്ത ആൾക്കാരുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എൻഡോസ്കോപ്പിനെ കുറിച്ച് അറിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ മ്യൂട്ട് ഓണാക്കാം. മോനെ എക്സ്പീരിയൻസ് പറഞ്ഞോട്ടാ. എൻഡോസ്കോപ്പിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് മുമ്പ്? എനിക്കല്ല, അമ്മയ്ക്കാ ചെയ്തിരിക്കുന്നത്. ആടെ എന്ത് ചെയ്താണ്? വയറുവേദന ആയിരുന്നോ? അമ്മയ്ക്ക് ക്യാൻസറിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വയറിന്റെ ഉള്ളിലായത് കാരണം അവര് എൻഡോസ്കോപ്പി ചെയ്തിട്ട് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് എൻഡോസ്കോപ്പി ചെയ്തത്. ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ചോദിച്ചത് വേറെ ആരും എൻഡോസ്കോപ്പി ചെയ്തത്? എനിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത് മൈഗ്രെയിന്റെ വേദന ഉണ്ടായിട്ട് തലയിൽ കഫ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂക്കിലൂടെയുള്ള എൻഡോസ്കോപ്പി ചെയ്തു. മ്യൂട്ട് ആക്കേണ്ട വീണ്ടും. അപ്പൊ ബൗൾ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് ടെസ്റ്റ് ആൻഡ് എക്സാംസ് ദാറ്റ് to help diagnosis of digestive tract issues. നമ്മൾ ഡൈജസ്റ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന സീരീസ് ഓഫ് ടെസ്റ്റിന് മൊത്തമായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ബൗൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം ടെസ്റ്റ് എൻഡോസ്കോപ്പി എന്ത് ടെസ്റ്റ് നടത്തിയാലും ഈ എന്താ പറയാ ഡൈജസ്റ്റീവ് ട്രാക്ട് ഡിസീസിന് വേണ്ടി ഇഷ്യൂസിന് വേണ്ടിയിട്ട് എന്ത് ടെസ്റ്റ് നടത്തിയാലും ഇതെല്ലാത്തിനും നമ്മൾ ബൗൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന നേഴ്സ് ആയിരിക്കും എന്ത് ഈ നമ്മുടെ എൻഡോസ്കോപ്പി ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. അങ്ങനത്തെ ആൾക്കാരായിട്ട് അവിടെ ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം. ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എല്ലാവരും കൊടുത്തില്ല, പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെപ്പറ്റോളജി is a super specialty that deals with the diagnosis, management of patients suffering from the disorder of the liver. ലിവർ ആയിട്ട് റിലേറ്റ് ചെയ്യണ അസുഖങ്ങൾ, കരൾ തകരാറുകൾ മൂലം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉള്ള രോഗികൾക്ക് രോഗനിർണയത്തിനും അതേപോലെ അതിന്റെ മാനേജ്മെന്റിനും ലിവർ എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് മാറ്റി വെക്കാം. അതേപോലെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്, ലിവർ സിറോസിസ് വരാറുണ്ട്. ഒരുപാട് അസുഖങ്ങൾ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് പറയുന്നത്
ഹെപ്പത്തോളജി എന്ന് പറയുന്നത്. കരൾ തകരാറുകൾക്കുള്ള ട്രീറ്റ്മെന്റ്, അതായത് റിലേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പത്തോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് ഗ്യാസ്ട്രോൻട്രോളജി. ഹെപ്പത്തോളജി ഒന്ന് വായിച്ചു നോക്കി, വേഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. Locomotor problems specifically. Locomotor problems specifically ചലനേന്ദ്രങ്ങളായിട്ട് റിലേറ്റ് ചെയ്യണ പ്രോബ്ലംസ് നമ്മൾ എന്ത് പറയുന്നത് ലോക്കോമോട്ടർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായവർക്ക് എല്ലാ ബോഡി പാർട്ട്സും എന്ത് ചെയ്യാൻ പറ്റില്ല, ചലിപ്പിക്കാനൊന്നും പറ്റില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് ലോക്കോമോട്ടർ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കിടപ്പ് രോഗികളുണ്ടാവും, അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ചിലപ്പോ ഒരു വശം മാത്രം തളർന്നു പോയവരുണ്ടാവും, ചിലപ്പോ കൈ അനക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ലോക്കോമോട്ടർ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. വേറെ അയച്ചു ഇതിലും ഡൗട്ട് ഉണ്ട്, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാലോ? ഓക്കെ അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം, നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ കേട്ടാ. Endocrinology is the study of medicine that relates to the DASH system. Endocrinology is the study of the medicine that related to the DASH system. ഹോർമോൺ ഓക്കെയാണ്. എൻഡോക്രോൺ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഹോർമോൺസ്. ഓക്കെ, ഹോർമോൺസിന്റെ ഇതും വരും, നമ്മുടെ എന്താ പറയാ, ഹോർമോൺസിന്റെ ഗ്ലാൻഡുകളും വരും. അപ്പൊ നമ്മൾ പറയുമ്പോ ഏത് പറയണം? എൻഡോക്രോൺ. ഇത് മൊത്തമായിട്ട് സിസ്റ്റം, ഏതാ സിസ്റ്റം എന്ന് പറയണം കേട്ടോ. ഇനി അതെ, DASH is a medical super specialty that deals with the study of hormones and hormone related to the glands. Full പേര് endocrinology. Okay, endocrinology. DASH department is usually equipped with the doctors specialized in geriatrics. DASH department is geriatric medicines, since elderly suffer from wide range of illnesses. Geriatric department. Okay. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്ട്രോക്ക്, ഗ്യാസ്ട്രോളജി, ഡയബറ്റിക്സ്, ലോക്കോമോട്ടർ പ്രോബ്ലംസ്, bone diseases of elderly patients treat in DASH department. Geriatric department വേറെ രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞത്. Geriatric departments provide a range of community services എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുത്തിരിക്കുകയാണ്. ഏതൊക്കെ കമ്മ്യൂണിറ്റി സർവീസസ് ആണെന്ന് നോക്കാം. ഇനിയിപ്പം മൊബൈൽ തെറാപ്പി യൂണിറ്റ് ഉണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. The medical specialty that deals with the prevention and diagnosis and treatment of adult disease. The medical specialty that deals with the prevention and diagnosis and adult disease. ജനറൽ മെഡിസിൻ ആണ്. ഈ ജനറൽ മെഡിസിൻ ഓപ്ഷൻ ചിലപ്പോൾ ജനറൽ മെഡിസിൻ ഉണ്ടാവും,
ബി ഇന്റേണൽ മെഡിസിൻ ഉണ്ടാവും. സി എന്ന് പറയുന്ന ഓപ്ഷനിൽ ജനറൽ മെഡിസിൻ ആൻഡ് ഇന്റേണൽ മെഡിസിൻ ഉണ്ടാവും. നമ്മൾ ഏത് എഴുതണം? സി എന്ന് പറഞ്ഞ ഓപ്ഷൻ എഴുതണോണ്ട് ജനറൽ മെഡിസിൻ ആൻഡ് ഓൾ കൊടുക്കരുത്. ജനറൽ മെഡിസിൻ ആൻഡ് ഇന്റേണൽ മെഡിസിൻ ആണ് കൂടെ ഉള്ളത്. ചിലപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നൺ ഓഫ് ദിസ് ആയിരിക്കും. ജനറൽ മെഡിസിൻ തന്നെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. The general medical doctor is also known as dash. The general medicine doctor is also known as dash. General practitioner. അല്ലെങ്കിൽ വേറൊരു പേര് കൂടി പറയുവരെ. ഓപ്ഷനിൽ നോക്കിയിട്ട് വേറെ എഴുതാൻ. ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ വേറൊരു പേര് പറയുമല്ല. ഞാൻ പറഞ്ഞല്ല, ഫിസിഷ്യൻ. രണ്ടുപേരും പറയും, മാറി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. Dash department is with the abdominal related medicine. Abdominal related medicines. Gastroenterology. Okay. Endoscopy. Gastroenterology. Next, Dash is a super specialty that deals with the diagnosis and management of the patient suffering from disorder of liver. Okay. ഏകദേശം നമ്മൾ ഇന്ന് എടുത്ത ഡിപ്പാർട്ട്മെന്റ് 5 ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം എന്താണ് ഗോൾഡ് ആണ്, ക്യാപിറ്റൽ ലെറ്ററിൽ എല്ലാം കൊടുത്തേന്നുള്ളൂ കേട്ടോ. ഇതും ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് എത്ര ഡിപ്പാർട്ട്മെന്റ് എടുത്തു? 5 ഡിപ്പാർട്ട്മെന്റ്സ് എടുത്തു. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാനിത് ക്ലാസ് ക്ലിയർ ആണ് എല്ലാവർക്കും? കുഴപ്പമൊന്നുമില്ലാലോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും ഡൗട്ട് വരുമ്പോ അപ്പൊ തന്നെ ഡൗട്ട് ചോദിച്ചോട്ടാ. പോർഷൻ എടുത്ത് ഇരുമ്പോ തന്നെ ചോദിച്ചു. ഓക്കെ, താങ്ക് യു. Thanks, Yogi.